ഷിയാസ് കരീം പണം തട്ടി എന്ന പരാതിയിൽ വീണ്ടും തെളിവുകൾ പുറത്തുവിട്ട് യുവതി. UPI വഴി ലക്ഷങ്ങൾ കൈമാറി എന്നതിൻ്റെ തെളിവൊക്കെയാണ് യുവതി പുറത്തുവിട്ടെന്നാണ് പറയുന്നത്. ബൈ ദ വേ, ഞാൻ യുവതി എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നുണ്ടാവും ഷിയാസ് കരീം അല്ലടെ 60 വയസ്സുള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ നീ യുവതിയാക്കിയോ എന്നുള്ളത്. പക്ഷെ ഇന്ന് മറുനാടൻ പുറത്തുവിട്ട FIR-നകത്ത് അവരുടെ ഏജ് കൊടുത്തിട്ടുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഷീസ് 46, ഓക്കെ, നോട്ട് 60. ആൻഡ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു വിഷയത്തിൻ്റെ പിന്നാലെ ഇങ്ങനെ ഞാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇന്നെ തേടി തന്നെ വന്ന കുറേ കാര്യങ്ങളുണ്ട്. ദാറ്റ് ഈസ് ലൈക്ക് ഈ ലേഡിയുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവരിപ്പോൾ വിക്റ്റിമാണ്. അതുകൊണ്ട് കുറേ കാര്യങ്ങളൊന്നും പുറത്ത് പറയാനോ ഇടാനോ പറ്റില്ല. ബട്ട് ഇവരുടെ ക്ലോസ് റിലേറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കെതിരെ ഒരു കേസ് കൊടുത്തതും ഫിനാൻഷ്യൽ പരിപാടികളും പിന്നെ ദ അതർ സൈഡ് ഓഫ് ദ ചാറ്റ് എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള സാധനങ്ങളുണ്ടല്ലോ, അത് ഷിയാസ് കരീമിൻ്റെ സൈഡല്ല, ബട്ട് അല്ലാതെ കുറേ ചാറ്റും കാര്യങ്ങളൊക്കെ ഇതേപോലെ ഈ ലേഡിയുടെ വോയിസ് ഒക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്കെടുത്ത് വെക്കാൻ പറ്റില്ല. വെച്ച് കഴിഞ്ഞാൽ പണിയാണ്, നമ്മളകത്ത് കിടക്കേണ്ടി വരും. കാരണം ഷിയാസ് കരീമിനേക്കാൾ വലിയ കുറ്റവാളിയായിരിക്കും ഇവരുടെ ഐഡൻറ്റിറ്റി പുറത്ത് വിടുകയാണെങ്കിൽ ഞാൻ. അതുകൊണ്ട് അങ്ങനത്തെ മണ്ടത്തരങ്ങൾ വേറെ ചാനലുള്ളവരും ചെയ്യാതിരിക്കുക. ഞാൻ കുറേ ഇങ്ങനത്തെ റിയാക്ഷൻ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ മാസ് കാണിക്കാനോ അല്ലെങ്കിൽ ബുദ്ധി മോശം കൊണ്ടോ എന്തുകൊണ്ടോ അറിയില്ല, പലരും ഇവരുടെ വോയിസൊക്കെ ഫോർവേഡ് ചെയ്ത് കിട്ടുന്നത് എടുത്ത് വെക്കുന്നുണ്ട്. മക്കളെ, നാളെ ഷിയാസ് കരീം ഊരിപ്പോരും. ഈ ലേഡി കേസ് കൊടുത്ത ഈ ലേഡി പിന്നെ അങ്ങനെയാണ് പോകും. നിങ്ങൾ ഇരയുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്തു എന്നുള്ള പേരിൽ അകത്ത് കിടക്കേണ്ടി വരും. രാഹുൽ ഈശ്വരൊക്കെ കിടന്ന ഓർമ്മയില്ലേ, അതുപോലെ കിടക്കേണ്ടി വരും. അങ്ങനത്തെ മണ്ടം പരിപാടി ഒന്നും കാണിക്കാതിരിക്കുക എന്നുള്ളത് ഞാൻ ആദ്യം പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ ഷിയാസ് കരീമിൻ്റെ വൈഫ് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എഗെയിൻ ഷിയാസ് കരീമിൻ്റെ വൈഫിൻ്റെ കാര്യത്തിലും എനിക്ക് സിമിലർ സാധനം തന്നെയാണ് പറയാനുള്ളത്. ചുമ്മാ ഐഡൻറ്റിറ്റി അവരത് റിവീൽ ആവുന്ന പോലത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വള്ളി പിടിച്ചു കഴിഞ്ഞാൽ എഗെയിൻ അവർക്കെതിരെയും കേസ് വരും. അതായത് നിങ്ങൾക്കെതിരെയും കേസ് വരും, ഷിയാസിൻ്റെ വൈഫിനെതിരെ. അങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതിരിക്കും. ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ വക്കീലില്ലാടി. ഞാൻ അതാ ആലോചിച്ച് നോക്കുന്നത്. പിന്നെ ഇവരുടെ ഒരു കമൻറ്റ് ഇപ്പോൾ ന്യൂസ് 18 ഞാൻ കണ്ടു. ഡോണ്ട് വെറി വി ഹാവ് ഓൾ ദ പ്രൂഫ്സ്, വിൽ ഗോ എഹെഡ്. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓക്കെയാണ്. ബട്ട് എഗെയിൻ ഇറ്റ്സ് എ പ്രൊവോക്കിംഗ് തിങ്, പ്രൊവോക്കേഷനാണ്. അപ്പോൾ എന്തൊക്കെ എങ്ങനെയൊക്കെ ഈ ലേഡിയുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഷിയാസ് കരീമിൻ്റെ വൈഫിന് അറിയില്ല. ഇവരെന്തൊക്കെ പോലീസ് സ്റ്റേഷനിൽ കാണിച്ചു എന്നുള്ളതൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ സഡൻലി ഇങ്ങനെയൊക്കെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരു ഫോട്ടോ ഒരു വീഡിയോ ഒക്കെ പുറത്ത് എടുത്തിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായോ? ഇത് കവറപ്പ് ചെയ്യാൻ ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ തലയിൽ കെട്ടി വെക്കാം എന്നുള്ളതൊക്കെ ഉണ്ടാവാം. ബട്ട് സ്റ്റിൽ പബ്ലിക് ഓഡിറ്റിൽ പോകുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉണ്ടാക്കിയ സാധനം എന്താ, ഒറിജിനൽ ഏതാ എന്നൊക്കെ തിരിച്ചറിയാൻ മാത്രം ബുദ്ധിയിൽ ഇപ്പോൾ നാട്ടുകാരെത്തി തുടങ്ങിയ ഒരു സമയം കൂടിയാണ്. സോ അതുമല്ലൊന്നും കാര്യങ്ങൾ നിൽക്കില്ല. അപ്പോൾ പ്രൊവോക്കേഷന് പോവാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബേസിക് സാധനം. ഓക്കെ, എന്താണെങ്കിലും ഞാൻ മറുനാടൻ മലയാളിയുടെ അല്ല, ഞാൻ ആദ്യം ന്യൂസ് 18 ന്യൂസ് വെച്ച് തുടങ്ങാം. ഷിയാസ് കരീമും ഭാര്യ ദർബയും ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് കൂടുതൽ തെളിവുകൾ പരാതിക്കാരി പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ഷിയാസിന്റെ മാതാവിന്റെയും സഹോദരിയുടെയും അക്കൗണ്ടുകളിലേക്ക് ഗൂഗിൾ പേ വഴിയും മറ്റ് നേരിട്ട് ബാങ്ക് ഇടപാടുകൾ വഴിയും നടത്തിയ പണത്തിന്റെ കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ 1 ലക്ഷം മുതലുള്ള ട്രാൻസാക്ഷൻസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഷിയാസ് പണം വാങ്ങിയത് 2024 മുതലാണെന്നും ഈ അക്കൗണ്ടുകൾ പരിശോധിച്ചാലായി കാണാൻ സാധിക്കും. എന്തായാലും ഈ പരാതി പോലീസ് വിശദമായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പരാതിക്കാരിയുടെ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷിയാസ് കരീം ഈ സ്ത്രീയുടെ വീടിന്റെ ലൊക്കേഷൻ ചോദിക്കുന്നതും അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നതുമൊക്കെ ഈ ചാറ്റിന്റെ അത്തരത്തിലുള്ള ചാറ്റുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളുടെ കുറച്ചുകൂടി ശബ്ദരേഖകളും ഷിയാസിൻ്റെതെന്ന് പറയുന്ന ശബ്ദരേഖകളും സ്ത്രീ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ ഷിയാസ് കൂടുതൽ പണം ആവശ്യപ്പെടുന്നതാണ് ഓഡിയോയിലുള്ളത്. നിലവിൽ ഈ പരാതി അന്വേഷിക്കുന്നത് കോഴിക്കോട് ചേവായൂർ പോലീസാണ്. വരും ദിവസങ്ങളിൽ ഷിയാസ് കരീമിനെ
ചോദ്യം ചെയ്യലിനടക്കം വിളിച്ചു വരുത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. യുവതിയുടെ വിശദമായിട്ടുള്ള മൊഴിയും രേഖപ്പെടുത്തുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് ഷിയാസ് കരീമിന്റെ ഭാര്യ ദർഭ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഇവർക്കെതിരായിട്ടുള്ള ഈ സ്ത്രീക്കെതിരായിട്ടുള്ള തെളിവുകളെല്ലാം തങ്ങളുടെ പക്കലുണ്ട്. തന്നെ മകളെ പോലെയും ഷിയാസിനെ മകനെ പോലെയും കരുതിയ ഒരു സ്ത്രീ പിന്നീട് ഇത്തരത്തിലുള്ള വ്യാജ പരാതിയുമായി രംഗത്തെത്തിയതിലെ അത്ഭുതം കൂടി ദർഭ പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തായാലും നിയമപരമായി നേരിടാൻ തന്നെയാണ് ഷിയാസ് കരീമും കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂസ് 18 വന്ന എഗെയിൻ കുറേ സ്ക്രീൻ കാണിക്കുന്നുണ്ട്. ഇതിൽ പൈസ സെൻഡ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഉണ്ട്, സ്ക്രീൻ റെക്കോർഡിങ്സ് ഉണ്ട്, വേറെ ഫോൺ വെച്ച് ഷൂട്ട് ചെയ്തിട്ട് അത് മീഡിയയ്ക്ക് അയച്ചു കൊടുക്കും. ബേസിക്കലി എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ അറിയോ, ഈ ലേഡിക്ക് ഷിയാസിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചിനി പൈസയൊന്നും വേണ്ട. ഇവരുടെ വേറൊരു കോൾ റെക്കോർഡിങ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു വോയിസ് റെക്കോർഡിനകത്ത് ഞാൻ മനസ്സറിഞ്ഞു കൊടുത്ത കാശാന്നുകളൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു വേറൊരാളോട്. അത് ഏത് സിറ്റുവേഷനിൽ ഏത് സിനാരിയോയിൽ എപ്പോൾ പറഞ്ഞു എന്നുള്ളൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ഇപ്പോൾ ഇവർ ഇങ്ങനത്തെ ഈ ചാറ്റും സാധനങ്ങളൊക്കെ പുറത്തിടുമ്പോൾ ഇവരുടെ ബേസിക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഷിയാസ് കരീമിനെ എങ്ങനെയും മാനം കെടുത്തി വിടുക എന്നുള്ളതാണ്, അല്ലാതെ പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിൽ വേറെ തരത്തിലുള്ള ചൂഷണങ്ങളെക്കുറിച്ചൊന്നും അവർ വേറൊന്നും പറയുന്നില്ല. അവരാകെ പറയുന്നത് പൈസ മേടിച്ചു, പൈസ തിരിച്ചു കിട്ടണം, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി തിരിച്ച് കിട്ടിയില്ലെങ്കിലും വിഷയമൊന്നുമില്ല, പരമാവധി നാണം കെടുത്താനുള്ളിടത്തോളം ഞാൻ നാണം കെടുത്തു. ഈ മൂഡിലാണ് ഇവർ പോകുന്നതെന്നുള്ളതാണ് ഒരു ഇൻസൈഡ് ന്യൂസ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് കൂടുതൽ ചൊറിഞ്ഞ് പ്രൊവോക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കൂടുതൽ വള്ളിയിലേക്ക് ചാടുന്നല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ ബെയിൽ കിട്ടി പുറത്തിറങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് സെറ്റിൽ ഡൗൺ ആവാതെ പിന്നെ ഷിയാസ് കരീമിൻ്റെ വേർഷൻ ഷിയാസ് കരീമിന് അപ്ലൈ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒക്കെ ഞാൻ എന്ത് ചെയ്യാം, മുന്നിൽ നിൽക്കാം, എന്നിട്ട് ഞാൻ രണ്ട് ബലിയാടാവും, ഐ വിൽ ബി ദ സ്കേപ്പ് ഗോട്ട്, ഞാൻ വന്നിട്ട് എല്ലാം പറയാം എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും ഒക്കെ ചാടി ഇറങ്ങും. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ചാടി ഇറങ്ങിയോ പിന്നെ കാലാകാലം വിടും, ജീവിതകാലം മൊത്തം. ഷിയാസ് കരീമും ഉണ്ടാവില്ല, കേസ് കൊടുത്ത ആളും ഉണ്ടാവില്ല, ഓം പെട്ട് അങ്ങനത്തെ അവസ്ഥയിൽ പോകുന്നൊരവസ്ഥയാവും. അങ്ങനത്തെ സാധനങ്ങളിൽ ആരും ചാടി ഇറങ്ങുന്നതായിട്ട് ഞാൻ കണ്ടതുമില്ല. ദാറ്റ്സ് ഓക്കെ. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് ഇവർ ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ കാസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കൽ വാങ്ങൽ പരിപാടികളുണ്ട്. ഇതിൽ ഷിയാസ് കരീമിൻ്റെ ക്ലെയിം പോലെ ഈ സ്വർണം അതിൻ്റെ ഒരു എലമെൻ്റ് എന്താണെന്നുള്ളതും പോലീസുകാർ എന്താണെങ്കിലും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുമല്ലോ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഷിയാസ് സറണ്ടർ ആയാൽ അല്ലെങ്കിൽ ഷിയാസിനെ ഒരു പിടിച്ചു കഴിഞ്ഞാൽ CCTV വിഷ്വൽസും ആ സ്ഥലത്തുകൊണ്ടുള്ള തെളിവെടുപ്പും, കാരണം ഇതിൽ കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള കുറേ ഹോട്ടൽസും സ്റ്റേ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഫ്ലാറ്റൊക്കെ, അതൊക്കെ ഒരു സൈഡിൽ കൂടി അവർക്ക് നടത്തണം, അതൊക്കെ നടത്തുമായിരിക്കും. എന്താണെങ്കിലും ഇനി മറുനാടനിൽ വന്ന് പുതിയ കുറച്ച് വോയിസും സാധനങ്ങളും കൂടി നോക്കാം. ഈ യുവതിക്ക് 46 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. 1980 ഈ യുവതിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അത് തെളിയിക്കുന്ന രേഖയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കോഴിക്കോട് സിറ്റിയിലെ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIRൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ പരാതിക്കാരിയുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് അത് ബ്ലർ ചെയ്താണ് കാണിക്കുന്നത്. അവരുടെ പേരും അവരുടെ അഡ്രസ്സും ഒക്കെ ബ്ലർ ചെയ്താണ് കാണിക്കുന്നത്. ഇത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി ലഭിച്ചു. പോലീസ് പിന്നീട് ഇവരെ വിളിച്ച് മൊഴിയെടുത്തു. ആ സമയത്താണ് മനസ്സിലാവുന്നത് ഇരുവരും ലിവിങ് ടുഗദറായിട്ട് കോഴിക്കോട് ചേവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ഏറ്റവും കൂടുതൽ പണമിടപാടുകളൊക്കെ നടന്നത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേഷനിലേക്കാണ് ഈ പരാതി ട്രാൻസ്ഫർ ചെയ്തത്. ഇതിൽ ഷിയാസിന് വള്ളിയാണോ വേറൊരു സീനും ഉണ്ട്. ഷിയാസ് ഓഡിയോയിലൊക്കെ തന്നെ പറയുന്നുണ്ട് അക്കൗണ്ടിലേക്ക് പൈസ ഉണ്ടാകും, നേരിട്ട് തന്നാൽ മതി. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും, ഞങ്ങൾ കോഴിക്കോടുള്ള സമയത്ത് നേരിട്ടാണ് ക്യാഷുകൾ ഡീൽ ചെയ്തത്. പിന്നെ ഇവർക്ക് ഈ ക്യാഷ് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് അന്വേഷിക്കണം. ഈ ലേഡിക്ക് എത്രത്തോനെ ക്യാഷ് എവിടെ നിന്ന് കിട്ടി? ഇവർ ദുബായ് വ്യവസായി എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് അതാണോ ഇനി വല്ല പ്രോപ്പർട്ടി വിറ്റ പൈസയാണോ എന്നുള്ള സംഗതികളൊക്കെ ഒന്ന് പോലീസ് അന്വേഷിച്ചാൽ നന്നായിരിക്കും. ഈ കാശ് എവിടെ നിന്നാണ് കിട്ടി, എത്ര കിട്ടിയെന്നുള്ളത് അതും കൂടി നോക്കണമല്ലോ. അങ്ങനത്തെ സാധനങ്ങളും കൂടി ഉണ്ട്. ഓക്കെ അതാണ് നിൽക്കട്ടെ. എന്താ പറയുക, ഫുള്ളൊന്നും പറയാനും പറ്റില്ല, പെട്ട അവസ്ഥ ഇപ്പം ഞാനൊക്കെ. ഓക്കെ, അടുത്തത് നോക്കാം. 15 തീയതിക്ക് മുന്നേ പർച്ചേസ് ചെയ്യണം ഗോൾഡ്. കാര്യം 16 തീയതി ഞാൻ പോവില്ലേ, 15 തീയതിക്ക് ഉള്ളിൽ പർച്ചേസ് ചെയ്തിട്ട് പോകണം ഇവിടുന്ന്. ഓക്കെ, എനിക്കൊരു കല്യാണത്തിന് ഒരു ഓടി ഉപയോഗിക്കണം, റെഡ് വണ്ടി. 5 ലക്ഷം രൂപ കൊടുത്ത് ലീസിന് വണ്ടി കിട്ടും. അതെടുത്താലും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. 23-ാം തീയതി 24-ാം തീയതിക്ക് ഞാനവിടെ എത്തൂല ഇൻഷാല്ലാ. പൊളിക്കാം നമുക്ക്. മലപ്പുറം വിളിക്കാത്ത അത് ഞാനേ മലപ്പുറം വിളിക്കാത്തതൊന്നുമല്ല കേട്ടോ. എൻ്റെ കൂടെ ഫുൾ ടൈം
ഗർഫുണ്ട്. ഞാൻ ഫുൾ ടൈം വീട്ടിലില്ല. ഞാൻ നോമ്പായിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാറില്ല. പിന്നെ അവിടെ പോയാലും എൻ്റെ കൂടെ അവളുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. നോമ്പായിട്ട് വീട്ടിൽ തന്നെയാണ്. അതുകൊണ്ടാണ് വിളിക്കാത്തത്. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. വീട്ടിൽ തന്നെ ഇരിപ്പാണ്. പരിപാടികളൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് വിളിക്കാത്തത്. ഓക്കെ, പക്ഷെ അത് നോമ്പൊക്കെ നമ്മൾ സംസാരിക്കാം. ഞാൻ വിളിച്ചായിരുന്നു, എടുത്തില്ല. അതുകൊണ്ട് മെസ്സേജാ. ഉമ്മ എൻ്റെ അടുത്ത് ഇപ്പം ഒന്ന് പറഞ്ഞു. അല്ല വേറെ അപ്പോഴും ഞാൻ അയ്യോ അങ്ങനെയൊന്നും വിചാരിക്കില്ല. നമ്മളിങ്ങനെ കല്യാണം കഴിച്ചിട്ട് മാറിയിട്ടൊന്നുമല്ല. ഞാൻ നിൻ്റെ അടുത്തല്ല, ഇത് നമ്മളൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ജീവിതം, അല്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകില്ല. ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണേ. പിന്നെ ഞാൻ നല്ല തിരക്കാണ്. ഞാൻ ജിമ്മിൻ്റെ പണിയെടുക്കുന്നിടത്ത് ഓടി പണിയെടുക്കാണ്. ഫുൾ ടൈം അങ്ങോട്ട് കോട്ടത്തിലാണ്. അതുകൊണ്ടാണ്. പിന്നെ എനിക്കറിയില്ല നീ ഉറങ്ങാണോ എന്ത് ചെയ്യാൻ, നാട്ടിലല്ലോ, സൗദിയിലല്ലേ. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്. പിന്നെ എനിക്ക് നീ മെസ്സേജ് അയക്കാറില്ല. പിന്നെ ഞാനെന്തിനാ എപ്പോഴും അയച്ചിട്ട് അയക്കാത്താണ്. നീ ഗർഫായിട്ട് വിഷയം തീർക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. തടിച്ച നാട്ടിലും പട്ടണിയും ശരിയായിക്കോളും. നീ ഗർഫായിട്ട് വിഷയം തീർക്കോട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. നിങ്ങൾ രണ്ടാളും എനിക്ക് വേണം. ഞാൻ ജീവിക്കണമെങ്കിൽ നിങ്ങളൊക്കെ വേണം. നിങ്ങൾ തന്നെ അവളുടെ അടുത്ത് മെസ്സേജ് അയച്ച് അവളെ നീ ഇത് ചെയ്ത് റിക്വസ്റ്റ് ഇട്ട് എന്നിട്ട് മെസ്സേജ് അയച്ച് പറയട്ടെ കാര്യങ്ങൾ. റിക്വസ്റ്റ് സംസാരിക്കുക പ്ലീസ്. ഈ ജിമ്മോടെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. എല്ലാവരും കൂടെ സന്തോഷത്തോടെ എല്ലാവരും വേണം എനിക്ക്. ദർഫ് മാത്രമല്ല, നിങ്ങളെല്ലാവരും വേണം. ഞാൻ നിൻ്റെ ഇത് പെരുമ്പാവൂർക്ക് വീട് മാറുന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയാണ്. നിനക്കെന്തൊരു പ്രശ്നം വന്ന് ഞാൻ വന്ന് ഇടപെടാൻ വേണ്ടിയാണ്. എനിക്ക് എപ്പോഴും കോഴിക്കോട് ഓടി എത്താൻ പറ്റില്ല. ഞായക്ക് ഇത് കേട്ടോ 7 അത്യാവശ്യമായിട്ട് വേണം. ഒരു 1-2 ദിവസം ആണുള്ളത് റെഡിയാക്കണം. മതി. നോക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി. ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പെരുന്നാൾ കഴിഞ്ഞിട്ട് മതി. ഈ ഒരു 17 മിനിറ്റും ചില്ലറയുള്ള ഒരു ഓഡിയോ പുറത്തു വന്ന സമയത്ത് അതിനകത്ത് എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യം, ഇത് ഫോർവേഡ് ചെയ്താണ്. ഒരു പ്രൊഫൈലിൽ നിന്ന് വേറെ പ്രൊഫൈലിലേക്ക് ഫോർവേഡ് ചെയ്തിട്ട് അതിൽ പ്ലേ ചെയ്ത് കേൾപ്പിച്ചതാണ് എന്നുള്ള. ഞാനപ്പോൾ തന്നെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഏത് പ്രൊഫൈലിൽ നിന്നാണോ ഫോർവേഡ് ചെയ്തത് ആ പ്രൊഫൈലും ഇത് എത്തിയ പ്രൊഫൈലും പിന്നെ നമ്മൾ പ്ലേ ചെയ്ത് കാണുന്ന പ്രൊഫൈലൊക്കെ ഇവർ തമ്മിൽ റിലേറ്റഡ് ആണ് ഒന്ന്. ഓക്കെ, അതല്ലാതെ ഇത് ഫോർവേഡ് ചെയ്തത് തന്നെ അപ്പുറത്തെ സൈഡിലുള്ള ആളുടെ വോയിസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ പറഞ്ഞ കേസ് കൊടുത്ത ലേഡിയുടെ വോയിസോ അല്ലെങ്കിൽ അവരുടെ റിപ്ലൈസോ അവരുടെ ക്വസ്റ്റ്യൻസോ ഒന്നും ഇല്ലാതിരിക്കാനുമാണ്. ബട്ട് അപ്പോഴും ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫോർവേഡഡ് ആയതുകൊണ്ട് ഇത് ആവാൻ ചാൻസ് ഉണ്ട്, ഷിയാസിൻ്റെ ചാറ്റിൽ നിന്നുള്ളതുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഷിയാസിൻ്റെ ചാറ്റിൽ നിന്നുള്ള ഓഡിയോൻ്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ട്. ഓക്കെ, അതൊരു സാധനം. ഞാനപ്പോൾ ഇങ്ങനെ ലൈക്ക് എന്താ പറയുക, ഇതിലൂടെ ഈ പറഞ്ഞ കോൾ റെക്കോർഡിങ്ങിലൂടെ പോയി നോക്കുന്ന സമയത്ത് എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ ക്വസ്റ്റ്യൻസ് ആൻഡ് സാധനങ്ങളില്ല. ഓക്കെ, ആ സാധനങ്ങളും പരിപാടികളൊന്നും ഇതിനകത്ത് എന്താണെങ്കിലും ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പെർട്ടിക്കുലർ റെക്കോർഡിങ്ങിനകത്ത് കല്യാണം കഴിഞ്ഞതിന് ശേഷവും ഷിയാസ് കരീം ഇവരോട് സംസാരിക്കുന്നത് വളരെ എവിഡൻ്റാണ്. പിന്നെ ഈ അടുത്ത് ദർഫയുടെ ഒരു ഓഡിയോ പുറത്തിങ്ങനെ ഓടിത്തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ എടുത്ത് വെക്കുന്നില്ല. ഇതിൽ ഷിയാസ് പറയുന്നുണ്ട് ദർഫയായിട്ട് എന്തോ വിഷയമുണ്ട് എന്നുള്ളത്. സോ ഇതൊക്കെ എന്തൊക്കെയോ എന്താ പറയുക, സ്റ്റിച്ച് ചെയ്ത് വെച്ച പോലത്തെ ഐറ്റം പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. കറക്റ്റ് കണക്റ്റ് ആവുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ. ഒന്നില്ലെങ്കിൽ അടുത്തതിലേക്ക് ഇതെല്ലാം കണക്റ്റ് ആവുന്നുണ്ട്, ഒന്നും കണക്റ്റ് ആവാതിരിക്കുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും മാനിപ്പുലേഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും വേറെ രീതിയിൽ ആൾക്കാർ സ്ക്രിപ്റ്റ് ഇട്ടുന്നൊന്നും അങ്ങനത്തെ വേർഷൻസൊക്കെ നിൽക്കാൻ വളരെ ചാൻസ് കുറവാണ്. ഓക്കെ, ഇത് ഇവർ നല്ല രീതിയിൽ ഇരുന്ന സമയത്തൊക്കെ തമ്മിൽ പരസ്പരം അറിയുന്ന ആളുകളായി ഇരുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഇടയിൽ പല പ്രശ്നങ്ങളും വന്നപ്പോഴും ഇവരുടെ ഇടയിൽ പല സൗഹൃദങ്ങളും നിലനിന്നപ്പോഴും ഒക്കെ തമ്മിൽ അയച്ചു കൊടുത്തത്, അതായത് ഇപ്പോൾ ഒരാൾ മറ്റൊരാളെക്കുറിച്ച് കാണിക്കാനോ കേൾപ്പിക്കാനോ വേണ്ടി അയച്ചു കൊടുത്ത സാധനങ്ങളടക്കം ഇപ്പം പാമ്പ് മാതിരി തിരിഞ്ഞ് തലയ്ക്ക് എത്തേണ്ട അവസ്ഥയായി. ദർഫ ഇപ്പോൾ അവിടുന്ന് ഒരു ഡിഫെൻഡ് ചെയ്യാൻ, സ്വന്തം ഭർത്താവിനെ വൈഫ് ഡിഫെൻഡ് ചെയ്യുമല്ലോ, ആ രീതിയിലൊരു സാധനം ഇട്ടപ്പോഴത്തേക്ക് വൈഫ് തന്നെ ഹസ്ബൻഡിനെ കുറ്റം പറയുന്ന രീതിയിൽ, അതും കേസ് കൊടുത്ത ആളെക്കുറിച്ച് തന്നെ മെൻഷൻ ചെയ്ത് പറയുന്ന രീതിയിലുള്ളൊരു സാധനം പുറത്തു ചാടുന്നു. അപ്പം അത്
എങ്ങനെയുടെ വൈഫ് ഹസ്ബൻഡിന് അയച്ചു കൊടുത്തതോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിക്കുന്നതോ ആയിട്ടുള്ള വോയിസ് എങ്ങനെയുടെ ഇപ്പുറത്തെ ഈ പറഞ്ഞ എന്താണെങ്കിലും ഈ ലേഡി ആയിരിക്കുമല്ലോ ഇത് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. അപ്പോൾ ഷിയാസ് ഇത് ആർക്കെങ്കിലും അയച്ചു കൊടുത്തു. അങ്ങനത്തെ ഒക്കെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ ദുരൂഹമായി കിടക്കുന്ന രീതിയിൽ ഒരു ലൂപ്പ് പോലെ ഇതിങ്ങനെ കെട്ടിപ്പണഞ്ഞ് കിടക്കുകയാണ്. അതാണ് ഞാൻ ആദ്യം മുതലേ ഈ വിഷയങ്ങൾ തുടങ്ങിയത് മുതലേ ഷിയാസ് കരീം റിലേറ്റഡ് വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നത്, ഇഫ് യു ഹാവ് എനി ബ്ലഡി എന്താ പറയുക ചീഞ്ഞ ബാഗേജസ്, വേസ്റ്റ് ബാഗേജസ് ഇൻ യുവർ പാസ്റ്റ്, അത് മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് പിന്നെ പുറത്ത് വന്നിട്ട് ഈ പറഞ്ഞ വെല്ലുവിളി ഷോ ഓഫ് നടത്തരുത്. ഇപ്പോൾ ഈ കേസ് നടക്കുമ്പോഴും എഗെയിൻ എനിക്കതാ പറയാനുള്ളത്, അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് അത് ചെയ്യുമ്പോഴും ബി വെരി 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 കെയർഫുൾ ആൻഡ് മേക്ക് ഷുവർ നിങ്ങളുടെ പാസ്റ്റ് ബാഗേജുകളിൽ നിങ്ങൾക്ക് തലയിൽ തന്നെ വന്നിരിക്കാൻ മാത്രം പാകത്തിന് വാളോ പാമ്പോ ആയിട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. എന്നാൽ പിന്നെ പറയാം, പ്രൊവോക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിന് ജസ്റ്റിഫൈ ചെയ്യാനോ ക്ലാരിറ്റി കൊടുക്കാനോ നിങ്ങളെ കൊണ്ട് പറ്റണം. അതിനുള്ള പോയിൻറ്റ്സ് വേണം. ഇതൊന്നും ഇല്ലാതെ വെറുതെ കിടന്നിട്ട് ഇനി ഇല്ല ഇതൊക്കെ അങ്ങനെയാ ഇങ്ങനെയാ എന്നൊന്നും പറഞ്ഞാൽ നടക്കും തോന്നുന്നില്ല. പിന്നെ എഗെയിൻ ഞാൻ പറയുന്നു, കുറച്ച് ദിവസമായിട്ട് ഈ വിഷയങ്ങൾ പിന്നാലെ ഉള്ളത് കൊണ്ടും പല കാര്യങ്ങളും നമ്മളെ തേടി ഇങ്ങോട്ട് എത്തുന്നത് കൊണ്ടും ഞാൻ പറയുകയാണ്, ഇത് കേസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്യുവർ ഒരു കൈൻഡ് ഓഫ് ഒരു ദേഷ്യവും അങ്ങനത്തെ ഒരു സാധനം വരുമല്ലോ. ഓഹോ അപ്പം എന്താണെങ്കിലും അങ്ങനെ ആയല്ലേ, അപ്പം ഇനി ഞാൻ നിന്നെ തീർത്തിട്ടേ പോവും. ഏത് കാശും തിരിച്ച് വേണ്ട, ഞാനിതിനകത്ത് അഡൾട്ടറിയും കൊടുക്കില്ല, പക്ഷെ നിന്നെ ഞാൻ മാനം കെടുത്തു. മനസ്സിലായോ? ആ രീതിക്കുള്ളൊരു കേസായിട്ട് ഇത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഷിയാസിന് ഇത് സീനാണ് ഒന്ന്. പിന്നെ ഇതിനകത്ത് ഈ സംഘി എലമെൻറ്റ്, അഖിൽമാരാൻ എലമെൻറ്റൊക്കെ കുറേ ആൾക്കാരെടുത്ത് പുറത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ സാധനങ്ങൾ മൊത്തം കവർ ചെയ്ത് നോക്കി. എനിക്ക് ഇപ്പം വരെയുള്ളതെന്ന് പറഞ്ഞാൽ സംഘികൾക്ക് ഇവൻ ഈ ബീഫിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടുള്ള ദേഷ്യത്തിൻ്റെ മുകളിൽ ഇവൻ അടിക്കുന്നുണ്ട്, തുരുതുര അടിക്കുന്നുണ്ട്. ഇവർ എല്ലാ പ്രൊഫൈലും ഇടുന്നുണ്ട്, ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ഇടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവരായിട്ടൊരാളെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന്, എസ്പെഷ്യലി അഖിൽമാരാർ ഈ സ്ത്രീയെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് ഇതിനകത്ത് നിന്നൊരു മാനിപ്പുലേഷൻ, നോ ഐ ഡോണ്ട് ലൈക്ക്, എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു ആസ്പെക്റ്റിലേക്ക് തന്നെ പോകുന്നത് ഈ കംപ്ലീറ്റ് കേസിന് വേറെ ഡയമെൻഷനിലേക്ക് തിരിച്ചു വിടുന്നതോ തിരിഞ്ഞു പോകുന്നതോ ആയിട്ട് എനിക്ക് തോന്നും. ഈ കേസ് ഇങ്ങനെ തന്നെ പോകണം. ഈ കേസ് കൊടുത്ത ലേഡിയും ഷിയാസ് കരീമും ആയിട്ട് തന്നെ ഈ കേസ് മുന്നോട്ട് പോകണം. എന്നാലേ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇന്നില്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം കുറച്ച് കാര്യങ്ങൾ ദ അതർ സൈഡ് ഓഫ് ദ കോയിൻ ഡെഫിനറ്റ്ലി സംസാരിക്കണമല്ലോ. ആ സാധനങ്ങളിൽ ഞാൻ പറയുന്നത് ഇത് ഷിയാസ് ക്ലീനാന്നല്ല, ബട്ട് ദർ ഈസ് എൻ അതർ സൈഡ്, അത്രേ ഉള്ളൂ. അതും കൂടി കേൾക്കണമല്ലോ, നമ്മൾ അറിയണം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, നിങ്ങൾ അറിയിക്കണം എന്നുമുണ്ട്. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ ഒന്നും നടക്കുന്ന പരിപാടിയൊന്നുമില്ല. ഓക്കെ, ആൻഡ് ഒന്നും ചെയ്യാതെ ഒരു വോയിസ് ഉണ്ടാക്കി ഷിയാസിനെതിരെ തിരിഞ്ഞു എന്നും ഞാൻ പറയുന്നില്ല. ദർ ഈസ് സംതിങ് വെരി സ്ട്രോങ്. അതിനകത്ത് കാശടക്കം എല്ലാം ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. ഫാമിലീസ്, ആളുകൾ പരസ്പരം എല്ലാം ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. പരസ്പരം പല സാഹചര്യത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ ഇപ്പോൾ എല്ലാം ഈ ഡിജിറ്റൽ സാധനങ്ങളായതുകൊണ്ട് സ്വന്തം വീട്ടിനകത്ത് തന്നെ ആരാരെ റെക്കോർഡ് ചെയ്യുന്നു, എപ്പോൾ ഏത് വോയിസ് എടുത്ത് പുറത്തിടുന്നു ഒന്നും പറയാൻ പറ്റില്ല. ഒക്കെ പടി ചിലപ്പോൾ ഇങ്ങനെ അതാ പ്രശ്നം, ഒന്ന് വീട്ടിനകത്ത് സീനപ്പോൾ അതും പേടിക്കണം എന്നുള്ളൊരവസ്ഥയാണ്. ആൻഡ് പോലീസ് അന്വേഷണത്തിൽ കുറച്ചും കൂടി ഈസിയാണ്, കാരണം ഇതിനകത്ത് ഡിജിറ്റൽ എവിഡൻസുകളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് മാച്ച് ചെയ്ത് പോകാൻ വളരെ ഈസി ആയിരിക്കും. പിന്നെ ഇതിനകത്ത് ഗോൾഡ് ഈ ലേഡി ഷിയാസിൻ്റെ ഇന്ന് മേടിച്ചിട്ടുണ്ടോ, അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര, അത് എന്തിനു വേണ്ടി മേടിച്ചു, ഓക്കെ, ആൻഡ് ഷിയാസ് എത്ര അവരിൽ നിന്ന് മേടിച്ചു, അത് ഏതൊക്കെ വഴി ത്രൂ മേടിച്ചു, കാശായിട്ട് വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെ വെച്ച്, അതിൻ്റെ കണക്ക് എത്ര, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഓഡിയോക്കകത്ത് തന്നെ ഉണ്ട് ഇവർ കൊടുത്ത കംപ്ലയിൻറ്റിലേക്ക് കണക്റ്റ് ആവുന്ന രീതിയിലുള്ള പല ഐറ്റങ്ങളും. അതുകൊണ്ട് പോലീസുകാർക്ക് കുറച്ചുകൂടി ഈസിയാണ് ഇതിനകത്ത് അങ്ങനത്തെ പണികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഷിയാസ് കരീം കേസിൻ്റെ ഒരു അപ്ഡേറ്റ് ഉള്ളത്. ഓക്കെ, ഇനി എന്തെങ്കിലും അറിയുകയാണെങ്കിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറയാനേ പറ്റൂലേ പുറത്ത്. അതാണ് ഐഡൻറ്റിറ്റി റിവീൽ ആവുന്നു, അതും ഇതൊക്കെയാണ്. എന്നിട്ട് തന്നെ ഇപ്പോൾ ന്യൂസ് 18 അടക്കം പല ചാനലുകളും ഇട്ടതിൽ അവരുടെ പേരടക്കമുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്. പിന്നെ ചാനലുകാരുടെ പിന്നാലെ ഒന്നും ഇവർ പോവില്ലല്ലോ, നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞാലേ നമ്മളെ പിന്നാലെ വരും.